എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ BP എന്ന വിഷയത്തെ പറ്റിയാണ്. ഇന്ന് ധാരാളം പേര് BP എന്ന ബുദ്ധിമുട്ട് പ്രയാസപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, അതിന് സ്ഥിരം ലൈഫ് ലോങ് മെഡിസിൻ കഴിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുപാട് പേരെ നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഫാമിലിയിലും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ ധാരാളം പേര് പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുന്നത് എന്തുകൊണ്ടാണ് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും ഇതിൻ്റെ ബിഹൈൻഡിലുള്ള റീസൺ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ഓർക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം വളരെ സിമ്പിളാണ്. നമ്മുടെ ബ്ലഡിൻ്റെ പ്രഷർ നമ്മുടെ രക്തക്കുഴലിലേക്ക് വന്ന് പുഷ് ചെയ്യുന്ന ആ ഒരു പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്നത് ഹാർട്ടാണ് പമ്പ് ചെയ്യുന്നത്. നമുക്ക് ഒറ്റ പമ്പേ ഉള്ളൂ, ഹൃദയം എന്ന് പറയുന്ന പമ്പ് മാത്രമേ ഉള്ളൂ. ഈ പമ്പാണ് നമ്മുടെ ശരീരത്തിലേക്ക് മുഴുവൻ ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്, ഹാർട്ടാണ്. അപ്പം ഈ ഹാർട്ടാണ് നമ്മുടെ ബോഡിയിലേക്ക് എല്ലാ ഏരിയയിലേക്കും ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. അപ്പം ഇതിന് പുഷിങ് കൂടുക അല്ലെങ്കിൽ ഇത് ശക്തിയായിട്ട് പുഷ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ് ബ്ലഡ് പ്രഷർ കൂടുന്നതിൻ്റെ പ്രധാന റീസൺ. ഇനി നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്. നമുക്ക് 2-3 ഡിഫറെൻറ്റ് ടൈപ്സ് മെഡിസിൻ നമുക്കിന്ന് അവൈലബിൾ ആണ്. ഒന്ന് ബീറ്റ ബ്ലോക്കർ എന്ന് പറയുന്ന മെഡിസിൻ അവൈലബിൾ ആണ്. 2 വാസോ ഡയലേറ്റർ എന്ന മെഡിസിൻ അവൈലബിൾ ആണ്. അതേപോലെ ബ്ലഡിലെ വാട്ടർ കണ്ടന്റിനെ കുറയ്ക്കുന്ന ഡയൂറട്ടിക് ആയിട്ടുള്ള മെഡിസിൻസ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് മെഡിസിൻസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന മെഡിസിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഹാർട്ട് ഇങ്ങനെ ലബ് ഡബ് ഡബ് അടിക്കുന്നതിനെ സ്ലോ ഡൗൺ ചെയ്യുക. അപ്പോൾ പമ്പിങ് സ്ലോ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന ഒരു സിസ്റ്റമാണ്, ഒരു തിയറിയാണ്, ഒരു മെഡിക്കേഷൻ്റെ വർക്ക് ചെയ്യുന്നത്. എന്നാൽ അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് മെഡിസിനാണ് വാസോ ഡയലേറ്റർ എന്ന് പറയുന്നത്. വാസോ ഡയലേറ്റർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസ്, അതായത് രക്തക്കുഴലുകളെ വികസിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ണമുള്ള രക്തക്കുഴലിനെ വികസിപ്പിച്ച് ഈ വണ്ണമുള്ളതാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൂടെ പോകുന്ന ബ്ലഡിൻ്റെ പ്രഷർ എന്ത് പറ്റും? ഫ്രീ ആവും, റിലീസ് ആവും. അപ്പം മെജോറിറ്റി ആളുകൾ യൂസ് ചെയ്യുന്ന മെഡിസിൻ എന്ന് പറയുന്നത് വാസോ ഡയലേറ്റർ ആണ്. അപ്പം രക്തക്കുഴലുകളെ വികസിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ മെഡിസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് സത്യത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, ഈ മെഡിസിൻ കഴിക്കുമ്പോൾ, വാസോ ഡയലേറ്റർ എന്ന് പറയുന്ന മെഡിസിൻ കഴിക്കുമ്പോൾ നിങ്ങളുടെ രക്തക്കുഴൽ വികസിക്കുക ചെയ്യുന്നത്. അവിടെ നിങ്ങളുടെ BP എന്തുകൊണ്ടാണ് കൂടിയത് എന്ന് പറയുന്ന അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് മരുന്ന് കഴിച്ച് അതിൻ്റെ ആ മെഡിസിൻ്റെ എഫക്റ്റ് ഉണ്ടാകുമ്പം രക്തക്കുഴൽ വികസിക്കും. അപ്പം നിങ്ങളുടെ BP കൺട്രോൾ ആവും. ആ മെഡിസിൻ്റെ എഫക്റ്റ് തീരുമ്പം നമ്മുടെ രക്തക്കുഴലുകൾ എന്ന് പറയുന്ന ധമനികൾ എന്ന് പറയുന്ന റിംഗ് മസിൽസ് ആണ്. അപ്പോൾ റിംഗ് മസിൽസ് വികസിക്കും. അതിനുശേഷം ഇത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പൂർവ്വരൂപത്തിലേക്ക് തിരികെ പോകും. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് പ്രഷർ കൂടും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ BPയുടെ മെഡിസിൻ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇത് എന്തുവാ ചെയ്യുന്നത്? ഇത് നിങ്ങളുടെ പ്രഷർ കൂടാനുണ്ടായ കാരണത്തെ ഇത് മാറ്റുന്നില്ല, മറിച്ച് ഇതെന്താ ചെയ്യുന്നത്? ബ്ലഡ് വെസൽസിനെ വികസിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ മെഡിസിൻ എല്ലാം ലൈഫ് ലോങ് കഴിക്കേണ്ടതായിട്ട് വരുന്നത്. സത്യത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, വാസ്തവത്തിൽ ബ്ലഡ് പ്രഷറിന് നമ്മൾ മരുന്ന് ഇങ്ങനെയുള്ള മെഡിക്കേഷൻസ് കഴിക്കുകയാണോ വേണ്ടത്? നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ ഉണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യം എന്ത് ചെയ്യണം? സ്വയം ചിന്തിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം ഒന്ന് റിവൈസ് ചെയ്യണം. സത്യത്തിൽ എനിക്ക് BP കൂടുന്നതിൻ്റെ കാരണം എന്താണ്? പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് BP വരാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ BP വരാം. പ്രഷർ, ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ടെൻഷൻ വരാം. നമ്മുടെ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ വരാം. എന്തിന്? ഉറക്കം കൃത്യമല്ലെങ്കിൽ നമുക്ക് എന്ത് വരാം? BP വേരിയേഷൻ വരാം. അതുപോലെ തന്നെ മദ്യപാനം, സ്മോക്കിങ്,
പ്രായത്തിൻ്റെതായ പ്രശ്നം, അതേപോലെ ഫാസ്റ്റ് ഫുഡും അതേപോലെ സോൾട്ട് കൂടുതലുള്ള ഫുഡ് ഐറ്റംസ്, ഇങ്ങനെയുള്ള ഭക്ഷണ രീതികളൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് വരാം, പ്രഷർ വേരിയേഷൻ വന്നേക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഫാമിലി ഇഷ്യൂസും ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരുവിധം, അപ്പം നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനല്ല. നമുക്ക് മനസ്സിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ ഫാമിലി ഒരു ഇഷ്യൂ ഉള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സമാധാനമായിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു കൗൺസിലിംഗ് സെൻറ്ററിൽ കൺസൾട്ട് ചെയ്ത് അവർ നിങ്ങൾക്ക് അതിനെ എങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള അഡ്വൈസ് നിങ്ങൾക്ക് തരും. ആ അഡ്വൈസിനനുസരിച്ച് നിങ്ങളത് കൺട്രോൾ ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിൻ്റെ സൊല്യൂഷൻ. അല്ലാതെ നമ്മളിപ്പുറത്ത് മറിച്ച് മരുന്ന് കഴിച്ച് പോകുമ്പോൾ നമുക്കിതിനൊരു സൊല്യൂഷനും വരത്തില്ല. നമ്മൾ നിത്യം മരുന്ന് കഴിച്ച് പോകേണ്ടതായിട്ട് വരും. ഇനി അത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ വാസോഡൈലേറ്റർ മെഡിസിൻസ് നമ്മൾ റെഗുലറായിട്ട് കഴിച്ചു കഴിയുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രക്തക്കുഴൽ ഇങ്ങനെ വികസിക്കൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഡെയിലി വികസിച്ച് ചുരുങ്ങി റിലാക്സ് ആയി എക്സ്പാൻഡ് ചെയ്തു റിലാക്സ് ആയി ഇങ്ങനെ സംഭവിച്ച് ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഇതിനെന്ത് സംഭവിക്കും, നമ്മുടെ ഈ രക്തക്കുഴലുകളുടെ ഒക്കെ ആ ദൃഢത അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഇത് ലൂസായി പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ രക്തക്കുഴലിൽ നിന്ന് നമ്മുടെ മാംസത്തിലേക്ക് ബ്ലഡും സപ്ലിമെൻറ്റ്സ് എല്ലാം ന്യൂട്രിയൻസ് എല്ലാം ഡ്രെയിൻ ആവുന്ന ഡിഫ്യൂഷൻ വഴിയാണ്. അപ്പം അതിൻ്റെ ഒരു ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലേക്കും കാലിലേക്കൊക്കെ ബ്ലഡ് വരുന്നുണ്ട്. ഈ ബ്ലഡ് വരുമ്പോൾ നമ്മുടെ കൈയുടെ ഇവിടെയുള്ള രക്തക്കുഴലിൻ്റെ വണ്ണമല്ല ഇവിടെയുള്ളത്, കാലിൻ്റെ തൈസിൻ്റെ ഏരിയയിലുള്ള വണ്ണമല്ല കാലിൻ്റെ താഴെയുള്ളത്. അപ്പോൾ ഈ ഓരോ ഏരിയയ്ക്ക് അനുസരിച്ച് രക്തക്കുഴലിൻ്റെ വലിപ്പം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം രക്തക്കുഴലിൽ ബ്ലഡ് പാസ് ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്ക് വേണ്ട ആവശ്യങ്ങൾ ആ ഏരിയയിലേക്ക് ഡ്രെയിൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ രക്തക്കുഴലിൽ എക്സ്പാൻഡ് ആകുമ്പോൾ എന്ത് പറ്റും, എക്സസ് ഫ്ലൂയിഡും എക്സസ് സപ്ലിമെൻറ്റ്സും മാംസത്തിലേക്ക് ഡ്രെയിൻ ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, നിങ്ങളുടെ വെയിൻസ് ആണ് റിട്ടേൺ എടുക്കുന്നത്. അപ്പം ധമനികളിലൂടെ ആർട്ടറിയിലൂടെ ബ്ലഡ് വരുന്നു, തിരിച്ചെടുക്കുന്നതാണ് വെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിരിച്ചെടുക്കുന്നതിനേക്കാൾ അധികം ഫ്ലൂയിഡ് പുറത്തേക്ക് ചാടുന്ന ഒരു പ്രവണത ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് ഫ്രീ ഫ്ലൂയിഡ് എന്ന് പറയും. അതായത് നമ്മുടെ മാംസത്തിൽ എക്സസ് ഫ്ലൂയിഡ് ഉണ്ടാവും. അതാണ് ശരീരത്തിൽ ഒരു നീര് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങും തൊടാതെ കിടക്കുന്ന ഒരു ഫ്രീ ഫ്ലൂയിഡായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. ഇതിനെന്താ സംഭവിക്കുക, അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇതെന്ത് പറ്റും, നമ്മൾ കിടക്കുമ്പോൾ സ്ലീപ്പിംഗ് ടൈമിൽ നമ്മുടെ ലോവർ പോർഷനിൽ നമ്മുടെ ബോഡിയുടെ അടിഭാഗത്ത് ഇത് വന്ന് സെറ്റിലാവും. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയൊരു പെയിനും ഡിസ്റ്റർബൻസും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം നമ്മൾ എഴുന്നേറ്റ് നമ്മൾ നടന്നൊക്കെ തുടങ്ങുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ നീരെല്ലാം നമ്മുടെ കാലിലോട്ട് വരും. അപ്പോൾ കാലിൻ്റെ അടിയിൽ മുട്ടിന് താഴെ നീരുണ്ടാവും, ഇൻഫ്ലമേഷൻ ഉണ്ടാവും. രാവിലെ കിടന്നെഴുന്നേൽക്കുമ്പോൾ നല്ല ക്ലീൻ ആയിരിക്കും എന്ന് കരുതി ആ നീരെങ്ങും പോകുന്നില്ല. ആ നീര് നമ്മുടെ ബോഡിയുടെ ലോവർ പാർട്ടിലേക്ക് വന്നു. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും തിരിച്ച് കാലയിലോട്ട് വരുന്നു. ഇങ്ങനെ കാലയിൽ നീര് വരും, വിട്ടു പോവില്ല. അങ്ങനെ വരുമ്പം നിങ്ങൾ ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുന്നു, നിങ്ങളുടെ കാലയിൽ നീര് വരുന്നു, കിഡ്നി ടെസ്റ്റ്, കിഡ്നി ഫങ്ഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊന്നും കുഴപ്പമില്ല, എല്ലാം നോർമലായിരിക്കും. പക്ഷെ ഇവിടെ പ്രശ്നക്കാരൻ ആരാണ്, നിങ്ങളുടെ രക്തക്കുഴൽ വികസിച്ച് പോയതാണ്, ദൃഢത നഷ്ടപ്പെട്ടു പോയതാണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്, നിങ്ങൾ വാസോഡൈലേറ്റർ പോലത്തെ മെഡിക്കേഷൻസ് യൂസ് ചെയ്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇത് നമ്മുടെ നാട്ടിൽ മരുന്ന് തരുന്ന ഡോക്ടർമാർക്കും ഇതറിയാം. പക്ഷെ അവർ നിങ്ങളോട് പറയും ആ നീര് അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, സാരമില്ല എന്ന് പറയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ അവർ പറയുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, അതിന് മറ്റൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരുന്ന് കഴിച്ച് ഈ രക്തക്കുഴലെല്ലാം വികസിച്ച് അതിൻ്റെ ദൃഢതയെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഈ നിലയിൽ വൈകുന്നേരം ആകുമ്പോൾ കാലയിൽ നീര് വരുന്ന രോഗികളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, നിങ്ങൾ BP മരുന്ന് കഴിച്ച് ലോങ് ടൈമിൽ ഒരു 2-3 ഇയേഴ്സ് എബോവ് മരുന്ന് കഴിക്കുന്ന ഒരുവിധം എല്ലാവരിലും കാണുന്ന ഒരു പ്രശ്നമാണ് കാലയിൽ നീര് വരുന്ന ഒരു പ്രവണത. അപ്പോൾ അത് മറ്റൊന്നുമല്ല, ഈ രക്തക്കുഴൽ വികസിച്ച് പോയതാണ്.
ഇനി അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയിൽ എക്സസ് നീരുണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും. അപ്പോൾ കാലിൻ്റെ സ്കിന്നിന് ഡിസ്കളറേഷൻ വരാൻ തുടങ്ങും. സ്കിന്നിൽ ചെറിയ പരുക്കളുണ്ടാവും, അത് പൊട്ടി മുറിവുണ്ടാവും. ഇങ്ങനെ മുറിവുണങ്ങാൻ താമസം ഉണ്ടാവും. ഇങ്ങനെ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇനി ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിന് മെഡിസിൻ്റെ പിന്നാലെ പോവാതെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ തന്നെ സ്വയം വിചിന്തനം ചെയ്ത് ആ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കാണാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. ഇതൊന്നും, അതായത് ഈ പറയുന്ന ബ്ലഡ് പ്രഷർ പോലത്തെ അസുഖങ്ങളൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കഴിച്ച് മാനേജ് ചെയ്യേണ്ട ഒരു രോഗമല്ല. അപ്പം നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ കൺട്രോൾ ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഒരു രോഗമാണിത്. തീർച്ചയായിട്ടും ഇത് ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഏകദേശം ഒരു ധാരണ ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കേഷൻ എല്ലാം നമ്മളൊന്ന് സ്റ്റഡി ചെയ്യണം. ഈ മെഡിസിൻ്റെ എല്ലാം മോഡ് ഓഫ് ആക്ഷനും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഗൂഗിളാണെങ്കിലും എല്ലാം പല ഇതിലൂടെ നമുക്കത് കാണാൻ പറ്റും, നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന മരുന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ മരുന്ന് നമ്മുടെ എങ്ങനെയാണ് ബോഡിയിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കും അത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം നമ്മൾ മരുന്ന് കഴിക്കുമ്പം നമ്മുടെ അസുഖം മാറുന്നുണ്ടോ എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും കൺഫേം ചെയ്യുക. തീർച്ചയായിട്ടും BP എന്ന് പറയുന്ന ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്നുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റായിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനെങ്ങനെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. ചിലർക്ക് പരിഹാരമില്ലാത്ത കാര്യമായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അതിനെ പരിഹരിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അത് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യുക? അഡ്വൈസ് എടുക്കുക. അതിനനുസരിച്ച് നിങ്ങൾ സെൽഫായിട്ട് കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോവുക. പിന്നെ ഇനി അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് കുറേ ചേഞ്ചസ് വരുത്താൻ പറ്റും. റെഗുലറായിട്ടുള്ള എക്സസൈസ് ഏറ്റവും നല്ലതാണ്. ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡ് അധികം എടുക്കുന്നത് നമുക്ക് കുറച്ച് കഴിഞ്ഞാലും നമുക്ക് BP മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് റെഗുലറായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ABC ജ്യൂസ് എന്ന് പറയുന്നത്. ABC എന്ന് പറയുന്നത് A ഫോർ ആപ്പിൾ, B ഫോർ ബീട്രൂട്ട്, C ഫോർ ക്യാരറ്റ്. ABC ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, ഈ 3 സാധനങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള ജ്യൂസ് ഡെയിലി രാവിലെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ബ്ലഡ് പ്രഷർ എന്നുള്ള വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയുവാനായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം.